ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളൊക്കെ ഇന്നലെ വളരെ ഗംഭീരമായിട്ട് നടന്നു. അതിന്റെ ഭാഗമായിട്ട് ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചിരുന്നു. അതിനകത്ത് സപ്തധാരയെക്കുറിച്ച് പറയുന്നു. എന്താണ് ഈ സപ്തധാര എന്ന് പറയുന്നത്? അദ്ദേഹം അടുത്ത 5 മുതൽ 7 വരെ കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ ഒരു വികസന സ്വപ്നം ആണ് ഈ സപ്തധാര വഴി പങ്കുവച്ചത്. അത് 7 സ്ട്രീംസ്, ധാര അല്ലേ, 7 മേഖലകളിൽ ഇന്ത്യ കൈവരിക്കേണ്ട വികസനം ആണ് ഈ സപ്തധാര എന്ന് പറഞ്ഞ മുദ്രാവാക്യം വഴി അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് നിർമ്മാണ പ്രവൃത്തികൾ, പിന്നെ കൃഷി ഭക്ഷ്യ സംസ്കരണം, സാങ്കേതിക വിദ്യ ഇന്നൊവേഷൻ, പിന്നെ അടിസ്ഥാന സൗകര്യം ഇൻഫ്രാസ്ട്രക്ചർ, പ്രതിരോധം ഡിഫൻസ്, ആ മേഖലയിൽ നമ്മൾ വല്ലാതെ മുന്നേറുന്നുണ്ടല്ലോ, ആയുധ നിർമ്മാണമൊക്കെ. പിന്നെ ഗ്രീൻ ബ്ലൂ ഇക്കോണമി, അത് ഈ ഫിഷറീസ് ഒക്കെയാണ് ഗ്രീൻ ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്നത്. പിന്നെ ഈ സോഫ്റ്റ് പവർ, ഇതാണ് സപ്തധാര എന്ന് പറഞ്ഞിരിക്കുന്നത് 7 കാര്യങ്ങൾ. ഇനി ഈ 7 കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. ഒന്ന്, ഈ നിർമ്മാണ രംഗം, മാനുഫാക്ചറിങ് മേഖല. അതിൻ്റെ അകത്ത് വില, ഗുണം, വൈപുല്യം, വില, പ്രത്യേകിച്ച് അതിൻ്റെ മേന്മ, അതൊക്കെ ഗംഭീരമാക്കുക, നിർമ്മാണ രംഗത്ത് ഒരു കുതിച്ചുചാട്ടം നടത്തുക എന്നാണ് ഉദ്ദേശിച്ചത്. സാങ്കേതിക രംഗത്ത് സ്പേസ്, ബഹിരാകാശം, ക്വാണ്ടം മേഖലകൾ, റോബോട്ടിക്സ്, പിന്നെ 6G, ഇതൊക്കെയാണ് ആ മേഖലകളിൽ സാങ്കേതിക വിദ്യ രംഗത്ത് ഇന്ത്യ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അടിസ്ഥാന സൗകര്യ മേഖലകളിൽ ഈ പറഞ്ഞതുപോലെ മറ്റേ ഹൈസ്പീഡ് റെയിലുകൾ, ഹൈവേകൾ, പിന്നെ വാട്ടർ, ജലമാർഗങ്ങൾ അല്ലേ, വാട്ടർ വേസ്, ഇൻലാൻഡ് വാട്ടർ വേസ്. നമ്മുടെ കേരളത്തിലുമൊക്കെ ഇപ്പം അത്യാവശ്യം ബോട്ടുകളും ഒക്കെ ഉണ്ടല്ലോ, കൊച്ചിയിലും ഇല്ലേ, മെട്രോയുമായി ബന്ധപ്പെട്ടുമൊക്കെ. തുറമുഖങ്ങളുടെ വികസനവും അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ VD സതീശന്റെ ഒരു സ്വപ്നമാണല്ലോ ഈ തുറമുഖങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചിട്ട് ഉള്ള കേരളത്തിന്റെ ഒരു വികസനം ഇല്ലേ. അപ്പോ 4മത്തത് ഡിഫൻസ്, പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഡ്രോണുകൾ, ഹൈപ്പർസോണിക് വിദ്യകൾ, പിന്നെ സൈബർ സെക്യൂരിറ്റി, അതൊക്കെ സൈബർ സെക്യൂരിറ്റി പ്രതിരോധ രംഗത്ത് ആണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ടെക്നോളജിയിലല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഗ്രീൻ ബ്ലൂ ഇക്കോണമി എന്ന് പറഞ്ഞില്ലേ, അത് ഫിഷറീസ്, മീൻപിടുത്തം, മത്സ്യബന്ധന മേഖല, പിന്നെ കോസ്റ്റൽ ടൂറിസം, തീരദേശ ടൂറിസം, ഗ്രീൻ മാനുഫാക്ചറിങ്, അതാണ് ഹരിത മേഖലകളിലും ഒക്കെയുള്ള വികസനം. ഇതൊക്കെയാണ് ഗ്രീൻ ബ്ലൂ ഇക്കോണമി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് 7 ധാരകൾ, സപ്തധാരകൾ എന്ന് പറഞ്ഞ് മോദി മറ്റേ ബജറ്റിൽ പറഞ്ഞത്. ശരിക്കും ഈ പറയുന്ന സപ്തധാരകളിൽ അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ ഒരു വികസന കുതിപ്പുണ്ടല്ലോ. ഈ ഒരു നീക്കം ശരിക്കും ഈ അയൽ രാജ്യങ്ങളെ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളെയും വല്ലാതെ അസൂയപ്പെടുത്തുന്ന തരത്തിലല്ലേ? അടുത്ത കാലത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മോദി പല വിദേശ രാജ്യങ്ങളിലും പോയിട്ട് സഹകരണ കരാറുകൾ, പിന്നെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റുകൾ അല്ലേ, സ്വതന്ത്ര വാണിജ്യ കരാറുകളുമായിട്ടും സൗദിയായിട്ടും ഒക്കെ നമ്മൾ ഏറ്റവും ഒടുവിൽ UAE-യുമായിട്ടും പല വിദേശ രാജ്യങ്ങളുമായിട്ടും പോളണ്ടുമായിട്ട് പോലും ഇല്ലേ, സൈപ്രസ്, ഗ്രീസ് തുടങ്ങി ഇറ്റലി, ഒരുപാട് വികസന പദ്ധതികൾ, ഇടനാഴികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലോകരാജ്യങ്ങളുമായിട്ട് ഈ സെമി കണ്ടക്ടർ മേഖലയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഇനിയുള്ള AI അല്ലേ, ഇത്തരം വിദ്യകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു 50ലേറെ തവണ യുവാക്കളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 1 കോടിയോളം ആളുകൾക്ക് AI പരിശീലനം നൽകുന്ന അതാ പറയാൻ പോകുന്നത്. അതായത് ഈ ജെൻസി പ്രക്ഷോഭം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ,
അവരെ അഭിസംബോധന ചെയ്യുക എന്നുള്ളത് മറ്റേ മോഹൻ ഭാഗവതിൻ്റെയും പ്രഭാഷണങ്ങളിലും ഒക്കെ കടന്നു വന്നതാണ്. അപ്പോൾ അത് അവരെ കേന്ദ്രീകരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് വളരെ ഗൗരവമായിട്ട് ആ വിഷയം എടുത്തിരിക്കുന്നു. അപ്പോൾ എന്താണ് അതിൽ പ്രധാനമായിട്ടും സർക്കാർ ചെയ്യാൻ പോകുന്നത്? ഫ്രീ ഓൺലൈൻ കോച്ചിങ്. ഈ കോച്ചിങ് സെൻറ്റേഴ്സ് കുട്ടികൾ ഇല്ലേ, വലിയ ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് പോലും കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പൈസ ആ കുടുംബ ബജറ്റിനെ താറുമാറാക്കുന്നുണ്ട് ഈ കോച്ചിങ്. അതായത് മോദി പറയാത്ത ഒരു കണക്ക് ഞാൻ പറയാം, ഈ പ്രസംഗത്തിൽ പറയാത്തത്. ക്ലാസ് 11-12 +1 +2 ഇല്ലേ, 11-12 ക്ലാസ്സുകളിലെ കുട്ടികൾ 37% പേരും ഈ ഗ്രാമീണ മേഖലകളിൽ സ്വകാര്യ കോച്ചിങ്ങിന് പോകുന്നുണ്ട് എന്നാണ് കണക്ക്. അതുപോലെ നഗരമേഖലകളിൽ, അർബൻ മേഖലകളിൽ ഈ 2 ക്ലാസ്സുകളിലെയും 44.6% കുട്ടികൾ ഈ സ്വകാര്യ കോച്ചിങ്ങിൻ്റെ അതിനുവേണ്ടി കാശ് ചെലവാക്കുന്നു. അപ്പോൾ ഒരു വർഷം നഗരമേഖലകളിലെ ഒരു കുട്ടി 9,950 രൂപ എന്ന് പറഞ്ഞാൽ 10,000 രൂപ ഒരു വർഷം ചെലവാക്കുന്നുണ്ട് സ്വകാര്യ കോച്ചിങ്ങിന് വേണ്ടി. ഗ്രാമീണ മേഖലകളിൽ 4,548 രൂപ ഒരു കുട്ടി സ്വകാര്യ കോച്ചിങ്ങിന് ചെലവാക്കുന്നുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ കുടുംബ ബജറ്റിൻ്റെ 9 മുതൽ 12% വരെ തുക സ്വകാര്യ കോച്ചിങ്ങിനാണ് ചെലവാക്കി കൊണ്ടിരിക്കുന്നത്. ആ മേഖലകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഫ്രീ ഓൺലൈൻ കോച്ചിങ് എന്ന് മോദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ, അത് ഏത് ഏജൻസി വഴിയാണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും. അത് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ കേന്ദ്രത്തിന് ഇപ്പോൾ തന്നെ ഒരു സാത്തി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ട്. 2023 മുതൽ സാത്തി എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും കാൺപൂർ IITയും ചേർന്ന് സംയുക്തമായിട്ട് നടത്തുന്ന പരിപാടിയാണ് സാത്തി. അത് JEE എഞ്ചിനീയറിംഗ് എൻട്രൻസ്, നീറ്റ്, CUET, SSC കുട്ടികൾക്കുള്ള തയ്യാറെടുപ്പ്, മെന്ററിങ്, ഇതാണ് ആ സാത്തി പദ്ധതിയിൽ നടന്നു പോരുന്നത്. അത് കുറേയും കൂടി വികസിപ്പിക്കുന്ന ഒരു മാതൃകയാണ് ഓൺലൈൻ കോച്ചിങ് വരാൻ പോകുന്നത്. അപ്പോൾ കോച്ചിങ് സെന്ററുകളാണല്ലോ ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ തന്നെ കേന്ദ്രങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത്. അതിന് ഇടുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടാവും. പിന്നെ AI-യിൽ 2027 1 കോടി കുട്ടികൾക്ക് പരിശീലനം കൊടുക്കും എന്ന് ഈ പ്രസംഗത്തിൽ മോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇന്ത്യ AI മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു മിഷൻ ഉണ്ട്. 6 സംസ്ഥാനങ്ങളിൽ 12 സെമി കണ്ടക്ടർ പ്ലാന്റുകൾ നമ്മൾ സ്ഥാപിക്കാനായിട്ട് പോകുന്ന കാര്യം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. 1.6 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണത്, സെമി കണ്ടക്ടർ. അപ്പോൾ വരും വർഷങ്ങളിൽ 5-8 എണ്ണം കൂടി വരും എന്ന് മോദി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പുതുത് വരുന്നു എന്നല്ല, നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയെ പറ്റി തന്നെ ആണ് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. പിന്നെ 5 മുതൽ 15 വയസ്സ് വരെയുള്ള അത്ലറ്റുകളെ പരിശീലിപ്പിക്കുന്ന ഒരു പദ്ധതിയുടെ കാര്യം കൂടി മോദി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2036 ഒളിമ്പിക്സിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയിൽ വെച്ച് നടത്താൻ. 2036 നമ്മളിപ്പോ ഒളിമ്പിക്സിലെ 300 ഈവന്റ് ഉണ്ടല്ലോ, അതിൽ 3-2 ഇന്ത്യ പങ്കെടുക്കുന്നില്ല. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്താലല്ലേ ഈ മെഡൽ ടാലിയിലും ഒക്കെ മുമ്പോട്ട് വരുള്ളൂ. അതെ, ആതിഥേയ രാജ്യം എന്ന നിലയിൽ നമുക്ക് കുറച്ച് അഭിമാനമൊക്കെ പങ്കുവെക്കേണ്ടി വരുള്ളൂ. അപ്പൊ അതും കൂടി ഉദ്ദേശിച്ചിട്ടാണ്, അതായത് മുന്നോട്ട് കുതിക്കാനുള്ള പദ്ധതികളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. അതിൻ്റെ ഒരു നട്ടെല്ലായിട്ടാണ് ഈ സപ്തധാര എന്ന് പറഞ്ഞ പദ്ധതി വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.